അൻവർ UDF-ലേക്ക് അത് സംഭവിക്കുമോ? PV അൻവർ UDF-ലേക്ക് അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകാനാ? വീണ്ടും UDF PV അൻവറിന് ഒരു വാതിൽ തുറന്നിടുമെന്നുള്ളതാണ്. KPCC യോഗം നടക്കുകയാണ്, അടിയന്തര യോഗം നടക്കുക. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് PV അൻവറുമായി ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. കുഞ്ഞാലിക്കുട്ടി പറയുന്നതാണ് ശരി. സതീശനും സംഘവും ഇനി എത്ര തള്ളി പറഞ്ഞാലും കുഞ്ഞാലിക്കുട്ടി കൃത്യമായി പറയുന്നു PV അൻവറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ പല ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്താനുള്ള മീഡിയേറ്റർമാരായിട്ട് മുസ്ലിം ലീഗ് മാറുന്നത്. കാരണം കോൺഗ്രസിനേക്കാൾ അധികാരത്തിലെത്തുക എന്നത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലെ പടലപ്പടക്കങ്ങളുണ്ട്, മുസ്ലിം ലീഗിൽ പടലപ്പടക്കങ്ങളൊന്നുമില്ല. അപ്പോൾ ആര് മുഖ്യമന്ത്രി ആകണമെന്ന കാര്യത്തിൽ പോലും, അല്ലെങ്കിൽ ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കണമെന്നില്ല, മുഖ്യമന്ത്രി ആക്കുന്നത് നാട്ടുകാരാണല്ലോ, ആക്കണമെന്നുള്ള കാര്യത്തിൽ പോലും UDF വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ കൃത്യമായി PV അൻവർ കിട്ടാവുന്ന അത്രയും ആളുകളെ കൂടെ കൂട്ടി അധികാരം പിടിക്കുക എന്നത് തന്നെയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ബുദ്ധിയുള്ള പാർട്ടി പ്രവർത്തകരും അവരുടെ നേതാക്കന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ PV അൻവറിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഹീറോ പരിവേഷമാണ്. കാരണം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് PV അൻവറിനെ അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കേസുകൾ മറ്റ് പലതും ഉണ്ടായിട്ടുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരണാധികാരിയെ ഭീഷണിപ്പെടുത്തിയ ഒരു കേസുണ്ട്. ആ കേസിൽ PV അൻവർ അറസ്റ്റിലാകുമെന്ന് കരുതിയതാണ്. മറ്റു പല കേസുകളും നിലനിൽക്കുന്നു. പക്ഷേ ഇതിലൊന്നും അറസ്റ്റ് ചെയ്യാതെ കൃത്യമായി ഇന്നലെ ഒരു ജനകീയ പ്രശ്നത്തിലാണ് PV അൻവർ ഇടപെട്ടത് എന്നുള്ളതാണ്. ഞാൻ രാവിലെ ചെയ്ത സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ PV അൻവർ വിരിച്ച വലയിലേക്ക് പിണറായി വിജയൻ്റെ പോലീസ് ചെന്ന് കയറി കൊടുത്തതാണ്. PV അൻവർ കെട്ടിയുണ്ടാക്കിയ ഒരു ഗോൾ പോസ്റ്റിലേക്ക് പിന്നെ പിണറായിയുടെ ഗോൾ അടിച്ച് കയറ്റിയതാണ്. ആ ഗോൾ കൊണ്ട് പ്രയോജനം കിട്ടുന്ന സെൽഫ് ഗോളായി പോയി പിണറായിക്ക്. ഇത് പ്രയോജനം കിട്ടാൻ പോകുന്നത് ആർക്കാണ്? PV അൻവറാണ്. PV അൻവർ ഇപ്പോൾ UDF-ലും ഇല്ല, LDF-ലും ഇല്ല, NDA-ലും ഇല്ല എന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പാർട്ടികളുടെ DMK-യോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ ഏതിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ വലിയ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതോടുകൂടി UDF നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് PV അൻവറിന് വലിയ എന്തുണ്ടാക്കുന്നു, സ്വീകാര്യത നൽകുന്നു. PV അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതികളെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യുന്നു. നോക്കൂ, എനിക്ക് തോന്നുന്നത് PV അൻവറിനോടുള്ള സ്നേഹമാണ് ആ DYSP കാണിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടായിരുന്നു? വീട്ടിനകത്ത് കയറി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ PV അൻവറിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. സ്വാഭാവികമായിട്ടൊരു MLA കൊണ്ടുവരുമ്പോൾ ആ വണ്ടിയിൽ അദ്ദേഹം MLA എന്ന നിലയിൽ അർഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം. അദ്ദേഹം കൊലക്കേസിലെ പ്രതിയോ ഒന്നും അല്ലല്ലോ, കൊലക്കേസിലല്ലോ ചാർജ് ചെയ്തിരിക്കുന്നത്, അഴിമതി കേസുമല്ലല്ലോ ചാർജ് ചെയ്തിരിക്കുന്നത്. ഒരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു സർക്കാർ ഓഫീസ് അടിച്ച് തകർത്തു എന്നുള്ളതാണ് കേസ്. നിയമപരമായ കുറ്റം തന്നെയാണ്. അപ്പോൾ അത്രയും ആളുകൾ പ്രകോപിതരായി നിൽക്കുന്നവർക്കിടയിലേക്ക് അവരുടെ നേതാവിനെ കൊണ്ടുവന്ന് വണ്ടിയുടെ ബാക്കിൽ കയറ്റിയിരുത്തത് ഇത് പ്ലാൻഡ് ആണ്. അത് പ്ലാൻ ചെയ്തത് പിണറായി വിജയനല്ല, പ്ലാൻ ചെയ്തത് PV അൻവർ തന്നെയാണ് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ്. PV അൻവർ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഈ അറസ്റ്റ്. ഒരു വലിയ മൈലേജിന് വേണ്ടി അറസ്റ്റ് വരിക്കുക എന്നത് PV അൻവർ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മണി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊല്ലുന്നു. PV അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല. PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയോ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു കൃത്യമായ ജനകീയ സർക്കാർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിന് അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നു. അവർ ഉയർത്തിയ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ്. ആന ചവിട്ടി കൊന്ന അവരുടെ ഒരു വോട്ടറിന് വേണ്ടിയിട്ടാണ് PV അൻവർ സമരം നയിച്ചിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിലെ രാഷ്ട്രീയമൊക്കെ അവർ ചിന്തിക്കില്ല. അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരുടെ MLA, അവരുടെ ജനപ്രതിനിധി കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയാണ് ഉണ്ടാവുക. ഈ ഫോറസ്റ്റും വന്യജീവികളും തമ്മിലുള്ള ഫോറസ്റ്റിനുള്ളിലെ വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള ഈ പ്രശ്നം കാലാകാലങ്ങളായി പ്രശ്നമില്ല. എത്രയോ പേരെയാണ് ആന ചവിട്ടി കൊല്ലുന്നു, പുലി പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ കാര്യം തന്നെയാണ്. പിന്നെ PV അൻവറിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. ഏതോ വലിയ തീവ്രവാദിയെ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നില്ല. ഇവരെ ചിന്തിക്കേണ്ടത് ഒരു 10-20ഓളം മാധ്യമങ്ങൾ മൈക്കും ക്യാമറയുമായിട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ഇവരൊക്കെ ഇത് എങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്താം എന്നൊരു രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബോധ്യം മുകളിലിരിക്കുന്നവർക്ക് ഇല്ലേ എന്നുള്ളതാണ്. ഇത് നേരെ അവിടുന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ DSP എൻ്റെ ആശുപത്രിയിൽ ഞങ്ങൾ ദേഹപരിശോധനയ്ക്ക് കൊണ്ടുപോകും. മെഡിക്കൽ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കും. അവിടെ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിലും എന്തായാലും മാധ്യമപ്രവർത്തകർ അത് കണ്ടുപിടിക്കുമല്ലോ, അല്ലെങ്കിൽ ഇവര് വിട്ടു. അതെ, ചുമ്മാ അനാവശ്യമായി നാടകീയ സംഭവങ്ങൾ ഉണ്ടാക്കി ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് PV അൻവറിന് അനാവശ്യമായൊരു മൈലേജ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. എന്നാലും ആ മൈലേജ് പ്രയോജനം ചെയ്യുന്നു. ഇപ്പോൾ UDF ക്യാമ്പിലേക്ക്
ഈ പറയപ്പെടുന്ന PV അൻവർ വരാനുള്ള എല്ലാ മാർഗങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വാതിലുകൾ മലക്കെ തുറന്നിരിക്കുന്നു. VD സതീശൻ്റെ സപ്പോർട്ട് കൂടി അറിഞ്ഞപ്പോൾ PV അൻവർ സന്തോഷവാനായി ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ കൊതുകടിയൊന്നും പുള്ളിയെ ബാധിച്ചില്ല, സുഖമായി ഉറങ്ങിയത്രേ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും UDF ക്യാമ്പിലേക്ക് ഒരു കരുത്തനായ നേതാവ് കൂടി എത്തുന്നു. പക്ഷേ നിലമ്പൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അതിനെ എത്തരത്തിലെടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ടും അവിടെ സീറ്റ് നോക്കി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ആരാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്കൊക്കെ വേറെ അക്കോമഡേഷൻ ഉണ്ടാകണം. കാരണം നേരത്തെയും ഇവർ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തൊക്കെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരത്തെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും കണ്ടറിയാം നിലമ്പൂരിൻ്റെ ഭാവി.